ഇർബൽ ഭരിച്ചവനാണവൻ ധർമ്മിഷ്ഠനാ എന്ന് തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവി. അദ്ദേഹവും നബിദിനാഘോഷം വേണമെന്ന് പറഞ്ഞയാളാണ്, അതിന്റെ കുറെ മദ്ഹുകൾ പറഞ്ഞയാളാണ്. പക്ഷേ അദ്ദേഹത്തിന് പോലും സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു യാഥാർത്ഥ്യം അദ്ദേഹത്തിനും സമ്മതിക്കേണ്ടി വന്നു. അതെന്താണ് അദ്ദേഹവും പറഞ്ഞത്? മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. മൗലിദ് കഴിക്കുന്ന പരിപാടി മുമ്പ് പതിവില്ല. സുന്നത്ത് ജമാഅത്തുകാരാണ് ഈ മുമ്പ് എന്ന് പറഞ്ഞാൽ നബി തങ്ങളും സഹാബത്തുമാണ് സുന്നത്ത് ജമാഅത്ത്. അവർക്ക് പരിചയമില്ല. പിന്നെ എന്നായി തുടങ്ങിയത്? അത് ഹിജ്റ 300 ശേഷം വന്നതാ. അത് 300 കൊല്ലത്തിന്റെ ശേഷമാ വന്നത്. ആരാ തുടങ്ങിയത്? മലിക്കുൽ മുളഫർ ധീരനായ ഒരു രാജന, ഇർബൽ ഭരിച്ചവരാണ് വൻധർമ്മിഷ്ഠനാ. മൗലിദ് കഴിക്കാൻ ഏറ്റവും ഉത്സാഹമാ മാസം റബീഉൽ അവ്വൽ എന്താഘോഷമാ. തഴവ് പറയണ്. ഇതെന്തിനാ പറയുന്നറിയോ? ആദ്യത്തെ വരി മാത്രം പാടിയിട്ട് മൗലവിമാര് തടിയെടുക്കുന്ന പലരും നാളെ പറയാ. തടിയെടുക്കുന്നില്ല, മുഴുവൻ പാടാ. എന്തിന് മൗലിദ് ഉണ്ടെന്നും അത് ആഘോഷിക്കണമെന്നും അതിന്റെ ഗുണവും അതിനൊന്നും അർത്ഥ കോഴിയും അതിനൊന്ന് വെച്ച ആടും അതിന് കൊടുത്ത പൈസയും ഒക്കെ പറഞ്ഞ ആളുകൾക്ക് പോലും സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. അതാ നമ്മുടെ വിഷയം. എന്ത്? അവരൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. ഈ ഏർപ്പാട് പിന്നെ വന്നതാണ്. ഇത് പണ്ടുള്ളവർക്കറിയില്ല, റസൂലുള്ളാഹിക്ക് പരിചയമില്ല. ഉത്തമ നൂറ്റാണ്ടെന്ന് പറഞ്ഞ അവിടുന്ന് ജീവിച്ച നൂറ്റാണ്ടുകാർക്ക് പരിചയമില്ല. ഖൈറുന്നാസി ഖർനി, ഏറ്റവും നല്ല ജനങ്ങൾ എന്റെ നൂറ്റാണ്ടിലെ ജനങ്ങളാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അതിനോടടുത്ത് വരുന്ന നൂറ്റാണ്ടുകാർ. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അതിനോടടുത്ത് വരുന്ന നൂറ്റാണ്ടുകാർ. ഈ 3 നൂറ്റാണ്ടുകാർക്കും പരിചയമില്ലാതെ ഒരു രാജാവ് ഒരു നാട്ടിൽ കൊണ്ടുവന്ന ഒരു അഹ്ദസ, ഒരു പുത്തൻ ആചാരം. ഏത് അഹ്ദസ? ഏതായി അഹ്ദസ? മഹാനായ നേതാവ് പഠിപ്പിച്ച അഹ്ദസ. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ആരെങ്കിലും നമ്മുടെ ഈ ദീനിന്റെ കാര്യത്തിൽ അതിലില്ലാത്തത് പുതിയതായി കൊണ്ടുവന്നാൽ തള്ളണം. കൊണ്ടുവന്നവനെയും തള്ളിക്കോ, കൊണ്ടുവന്ന ആശയത്തെയും തള്ളിക്കോ. അതിനാണിത് പറയുന്നത്. അല്ലാതെ തഴവാ മൗലിദിനെ എതിർത്തു എന്ന് പറയാനല്ല. ചിലരൊക്കെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഇതൊക്കെ മഹത്വം പറഞ്ഞ ആളുകൾ അന്ന് അവര് ആ രാജാവിന് ആരോ ഒരു മൗലിദിന്റെ കിതാബ് മൗലിദൊന്ന് രചിക്കലായി. രാജാവിനത് കണ്ടേറ്റവും സന്തോഷമായി. സമ്മാനമായി പൊന്നായിരം നൽകുന്നതായി എന്നുള്ളത് ഇബ്നു കസീർ താൻ പറയുന്നതായി. സമ്മാനം കൊടുത്തു, ഒക്കെ പറഞ്ഞുതരാം, ഒക്കെ പാടി സമ്മാനം കൊടുത്തു. മാത്രല്ല മൗലിദ് കഴിക്കുന്നന്ന് ആടൈ 1000 പൊരിക്കുന്നതാണ് കോഴിയും 10,000, കൂടാതെ 1,30,000 പാത്രങ്ങളിൽ അലുവായുമുണ്ടോരോ തരം. നോക്കണം നിങ്ങൾ, അതൊക്കെ കൊടുത്തു. ഉലമാക്കൾ അനവധി ഹാജറുണ്ടതിലന്ന്, അതുപോലെ സൂഫികൾ കൂടുമേ അതിൽ വന്നേ. സൂഫിയാക്കളൊക്കെ നല്ലോണം കൂടി. അന്നത്തെ അലിവിങ്ങൾ എന്ന് പറയുന്നവരൊക്കെ കൂടിയെന്നാ പറയുന്നത്. എന്ത് കൂടിയിട്ട്? ആര് കൂടിയിട്ടെന്താ? ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഇല്ലാത്ത ഏർപ്പാട് പുതിയത് ഉണ്ടാക്കിയില്ലേ? ആ ഉണ്ടാക്കിയത് ഈ സമൂഹത്തിലേക്ക് കടത്തിക്കൂട്ടിയതാണ്. ഇതിന് ഒരിക്കലും സഹോദരന്മാരെ പ്രമാണങ്ങളിൽ പിൻബലമില്ല. മാത്രമല്ല ചിലരൊക്കെ പറയാറുണ്ട്, സുയൂത്തി ഇമാം വലിയ മഹത്വം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പോലും മഹത്വം പറഞ്ഞത് ഏതിനാ പ്രിയമുള്ളവരെ? നമ്മൾ ചിന്തിക്കണം. സുയൂത്തി ഇമാം മൗലിദാഘോഷത്തെ എതിർത്തയാളല്ല. അദ്ദേഹം പോലും പറയുന്നത്, അദ്ദേഹത്തിന്റെ ഭാഷയിലെ ജന്മദിനാഘോഷം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ മൗലിദിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഒരുമിച്ച് കൂടുക, എന്നിട്ട് ഖുർആനിൽ നിന്ന് സൗകര്യപ്രദമായത് പാരായണം ചെയ്യുക, നബിയുടെ ആദ്യ കാര്യങ്ങളെ പറ്റിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജന്മസമയത്തുണ്ടായ അത്ഭുത സംഭവങ്ങളെ പറ്റിയൊക്കെയുള്ള ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുക, പിന്നീട് ഭക്ഷണം വിളമ്പി അത് കഴിഞ്ഞ് പിരിഞ്ഞു പോകലുമാണ്. ഇതൊക്കെ പറഞ്ഞത് അദ്ദേഹം പറയാണ്, ഇതിനേക്കാൾ മറ്റൊന്നും വർദ്ധിപ്പിക്കുന്നില്ലെങ്കിൽ ഒന്നും സിയാദത്ത് പാടില്ല. അങ്ങനെ വർദ്ധിപ്പിക്കുന്നില്ലെങ്കിൽ തന്നെ അതെന്താണ്? മിനൽ ബിദ്അത്തിൽ ഹസന, അത് നല്ല ബിദ്അത്താണ്. അപ്പോഴും സുന്നത്താന്ന് പറയാൻ കഴിയുന്നില്ല. നല്ല ബിദ്അത്താണ് എന്നാ പറയുന്നത്. നല്ല ബിദ്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് സാധാരണയായിട്ട് ആളുകൾ പറയുന്നു ഖുർആൻ മുഴുവൻ ജന്മദിനാഘോഷത്തിന്റെ തെളിവാണ് പോലും. ഖുർആനിൽ മുഴുവൻ മൗലിദാണ് മൗലവിമാരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബത്ത് മുഴുവനും ആഘോഷിച്ചിട്ടുണ്ട്, ധാരാളം തെളിവുണ്ട്. പിന്നെങ്ങനെ ഇത് ബിദ്അത്തുൻ ഹസനത്താവുക? പിന്നെങ്ങനെ ഇതിന് ബിദ്അത്ത് എന്ന് പറയാ? പിന്നെങ്ങനെയാണ് ഇതിന്റെ പുത്തൻ സമ്പ്രദായമാണെന്ന് പറയാ?
ഇപ്പൊ എല്ലാവർക്കും അംഗീകരിക്കേണ്ടി വന്നിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും സഹാബത്തിന്റെയും കാലത്ത് ഇല്ലാത്ത ഒരു പുത്തൻ വാദമാണിതെന്ന്. അൽഹംദുലില്ലാഹ് ഇന്നലത്തെ മുഖാമുഖം ഫറോക്ക് പേട്ടയിൽ വെച്ച് നടത്തിയ മുഖാമുഖത്തിൽ മുസ്ലിയാക്കന്മാര് സമ്മതിച്ചു കഴിഞ്ഞൊരു യാഥാർത്ഥ്യം ക്ലിപ്പുകളിലൂടെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. അപ്പൊ ഇത് പുത്തൻവാദം തന്നെയാണ് എന്നവർ സമ്മതിച്ചിരിക്കുകയാണ്. അപ്പൊ ആരാ സഹോദരന്മാരെ വാസ്തവത്തിൽ പുത്തൻവാദികൾ? ആരാണ് പുതിയത് ഉണ്ടാക്കിയത്? ആരാണ് പുതിയതായ ആശയങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത്? ആരാണ് ഇല്ലാത്ത ആചാരങ്ങൾ ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നത്? ഗൗരവത്തോടുകൂടെ നമ്മൾ ചിന്തിക്കുക. അങ്ങനെ ഇസ്ലാമികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും ഉത്തമ നൂറ്റാണ്ടുകാർക്കും പരിചയമില്ലാത്ത ഒരു കാര്യത്തിന്റെ പേരിൽ അവിടുത്തെ ആശയങ്ങൾക്ക് വിരുദ്ധമായ നിലക്ക് സുയൂത്തി ഇമാമൊക്കെ ഇന്നത്തെ കണ്ടിരിക്കുന്നുവെങ്കിൽ എന്തായിരിക്കും പറയേണ്ടി വരിക? അദ്ദേഹം പോലും ഇതൊക്കെ ബിദഅത്താണ് അന്ന് ഖുർആൻ ഓതലും അന്ന് അതിനെ പറ്റിയുള്ള ചരിത്രങ്ങൾ പറയലൊക്കെ ബിദഅത്താണ്, നല്ല ബിദഅത്താണെന്ന്. ഇതിനുപോലും മാതൃകല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയുള്ള വ്യക്തി അതിലൊന്നും കൂട്ടാതിരുന്നാലാണ് ഞാൻ ഈ പറയുന്ന ആശയം എനിക്കുള്ളത് എന്ന് അദ്ദേഹം പറയാണ്. ഇന്നെന്താ നടക്കുന്നത്? ജാഥ, അതുപോലെ തന്നെ സ്കൗട്ട്, റോഡ് മുടക്കുന്ന വലിയ പ്രകടനങ്ങൾ, പടുകൂറ്റൻ റാലികൾ. ആരുടെ അനുയായികൾ? ഇമാത്തത്തുൽ അദാ അനി തരീഖ്, വഴിയിൽ നിന്ന് ഉപദ്രവത്തെ നീക്കൽ ഈമാനിന്റെ ഭാഗമാണ്. റോഡ് ബ്ലോക്കാക്കിക്കൊണ്ട് മണിക്കൂറുകളോളം അതാ തെരുവുകളിലൂടെ പടുകൂറ്റൻ റാലികൾ മുന്നോട്ട് പോകുന്നു. ഖുലൂ തക്ബീർ വിളികൾ കേൾക്കുന്നു. അതേ, പല കാര്യങ്ങൾക്ക് വേണ്ടി റോഡുകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന യാത്രക്കാരുടെ യാത്രകൾ മുടക്കിക്കൊണ്ട്, രോഗികൾക്ക് പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ട്, പലർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആദരിക്കാനും ബഹുമാനിക്കാനും എന്ന പേരിൽ കലാപ്രകടനങ്ങളും ദഫും സ്കൗട്ടുമായി കൊണ്ട് സമൂഹമിതാ പലയിടങ്ങളിലേക്കും ഇറങ്ങിത്തിരിക്കുന്നു. ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് റോഡുകൾ ബ്ലോക്കാക്കുന്നു. ഇതിന് എന്ത് മാതൃകയാണ് ഇസ്ലാമിലുള്ളത്? ഒരിക്കലും ഇല്ല. അപ്പൊ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയാ, സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളിൽ നിന്ന് വ്യതിചലിക്കുക.